ഗൈസ്, ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. ഹലോ, ഹായ്. ഹായ് ഗൈസ്. ബൈ. ഹായ്. ഞങ്ങൾ ഇപ്പോൾ വന്ന പ്ലേസിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പക്ഷേ ഇതൊരു വെറും മാൾ ആംബിയൻസ് മാത്രമായിരുന്നില്ല, ഡ്രസ്സുകളിൽ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, ഫുഡും അതുപോലെ തന്നെ എല്ലാം അടങ്ങുന്ന ഒരു സ്പോട്ടായിരുന്നു കേട്ടോ. പ്രധാനമായിട്ട് ഈ ഡ്രസ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കും. അങ്ങനെയായിരുന്നു ഓരോ അടിപൊളി ഐറ്റംസ്. പിന്നെ ഞങ്ങൾ പോയത് ഇവിടേക്കാണ്. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ നാട്ടിലേക്ക് പോകണമല്ലോ, അപ്പോൾ വല്ല ചോക്ലേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ ഇതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. വർക്ക് ചെയ്യണാണോ? ആ പറ്റില്ല. പിന്നെ ഇപ്പൊ ഇതെന്താണെന്ന് കൂടി അറിയില്ല. ഇതെന്തായിരിക്കും? സ്റ്റാച്ചു. അതെ, ഇത് അമ്പമില്ല തോന്നൂലേ. ശരിക്കും ഈ ടോയ്സിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഓർമ്മയില്ലായിരുന്നു. അവിടെ കുറേ വെറൈറ്റി ടോയ്സ് കണ്ടിട്ടു. അങ്ങനെ സ്റ്റാച്ചു ഒക്കെ ആവുന്ന ടോയ്സ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു എല്ലാം കാണാൻ. പിന്നെ അവിടെ നിന്ന് എൻ്റെ അനിയന് 2 ടോയ്സ് 3 ടോയ്സൊക്കെ മേടിച്ചു. ഒരു 50 രൂപയ്ക്കാണ് ഈ സാധനമൊക്കെ ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇവിടെ 2 റിംഗിറ്റേ ഉള്ളൂ. നാട്ടിലൊരു 50 രൂപ. അത് 2 മേടിച്ച് ബ്രദറിന്. അത് അവിടെ 2 റിംഗിറ്റ് എടുത്ത് നീക്കുക. അത് ആ അറ്റത്തൊക്കെ ഉണ്ട്. കേൾക്കാനും പറ്റും. എന്തൊക്കെ വാങ്ങിക്കാൻ പറ. എന്ത് വാങ്ങിച്ച് കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. 2 കട, ഒരു കാർ, 2 പരിപ്പ് വട, ഒരു ഷോപ്പ്, shoe cleaning, so many items are purchasing and gas side. ഗൈസ്, അങ്ങനെ പർച്ചേസ് കഴിഞ്ഞു. അതെ, പർച്ചേസ് കഴിഞ്ഞു. ഒരു ചാക്ക് മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ അല്ലേ. അത് മലേഷ്യയിലെ ഏറ്റവും ഒരു ചെറിയ കടയാണ് പോകരുത്. എല്ലാം 2.7 കിട്ടും. നാട്ടിലെത്ര? അത് നാട്ടിൽ ഏകദേശം 65 to 70. അത്ര റേറ്റേ ഉള്ളൂ. നല്ല സാധനമാണ്. ചീപ്പ് റേറ്റിന് കിട്ടി ഞങ്ങക്ക്. ഒരാൾക്കല്ലേ ഈ ഫോണ് വേണം. നീ ഇങ്ങോട്ട് കഴിക്കും. ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങിട്ടോ. പേഴ്സണലി എനിക്ക് തീരെ ഇഷ്ടമായില്ല. കാരണം ഒരുമാതിരിയായിരുന്നു. എന്തോ ബുൾസൈ അങ്ങനെ എന്തൊക്കെ അതിലിപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല. വിശപ്പ് മാറ്റി എന്ന് മാത്രം. അങ്ങനെ ഗൈസ്, എന്താ നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വിളിച്ചല്ലോ. ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നേരെ എയർപോർട്ടിലേക്കാണ്. ഞങ്ങൾ കേരളത്തിലേക്ക് പോവാണ്. ഇന്നത്തെ വ്ളോഗും എല്ലാം അവസാനം. ഇന്ത്യ അല്ല, കൊച്ചിയിലേക്കല്ലേ പോണേ?
Are you sure? അങ്ങനെ ഞങ്ങൾക്ക് But for നൈറ്റ് ആണ് ഫ്ലൈറ്റ്. corporate, Yash, very hot, very hot. Then bring your family along here, stay with them. Adi pattu venda. Okay, so our tour finished. Now we are going to the airport. I know some of you have been thinking, Yashni, I already purchased 9 pack pandrathu using airport pononde. That departure month. Okay? Clear? Yes. What's your plan now? Oh, airport. Oh. Yeah, I cannot come. I have work tomorrow. എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഈ ട്രിപ്പ്? ഞായറാഴ്ച രാത്രി തുടങ്ങി, ഇന്നിപ്പോ വ്യാഴാഴ്ചയായി. ഇന്ന് രാത്രി 8 മണിക്ക് നമ്മള് ഇന്റർനാഷണലിൽ നിന്ന് നമ്മുടെ നാഷണലിലോട്ട് പോവാണ്. ഓക്കെ, ഞാനിപ്പോ നിൽക്കുന്നത്, നമുക്കറിയാം നമ്മളുടെ ട്രിപ്പിന്റെ പാക്കേജിന്റെ അവരുടെ ഗ്രൂപ്പിന്റെ പേരെന്തായിരുന്നു? ഗ്രീൻ ഒയാസിസ് അല്ലേ? അപ്പോ ഗ്രീൻ ഒയാസിസിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആരുമില്ല, പക്ഷെ അവര് അറേഞ്ച് ചെയ്ത ഗൈഡാണ് നമ്മളുടെ ഒപ്പം ഉള്ളത്. ഇപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഗ്രീൻ ഒയാസിസിന്, നമ്മളുടെ ടാലന്റ് ഫ്ലൈയുടെ ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഗ്രീൻ ഒയാസിസിന് ഒരു താങ്ക്സ് പറയുന്നു. ഓക്കെ, അപ്പോ നമ്മളെന്തായാലും അവർക്ക് മെസ്സേജ് അയക്കും. നിങ്ങൾ അവരുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, വരും ദിവസങ്ങളിൽ നമ്മളുടെ ട്രിപ്പിന്റെ കാര്യങ്ങൾ അവർ അതിൽ അപ്ഡേറ്റ് ചെയ്യും. സിനാൻ പ്രത്യേകം പറഞ്ഞാൽ മതി, ഞങ്ങൾ നന്നായിട്ട് ട്രിപ്പ് എൻജോയ് ചെയ്തു എന്നുള്ളത് നിങ്ങളോട് ആരാധന പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ എല്ലാം നമ്മളെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രൂപ്പായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, രണ്ടാമതായിട്ട് യാഷ്മി ആയിരുന്നു മൺഡേ ഓൺവേർഡ്സ് നമ്മളുടെ ഗൈഡ് അല്ലേ? ചെറുതായിട്ട് തലവേദനയുണ്ട്. യാഷ്മി വളരെ നന്നായിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. എല്ലാവരും മലേഷ്യൻ ലാംഗ്വേജിൽ താങ്ക്സ് പറയാൻ എന്താ എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ബേസിക്കലി തമിഴും കൂടി. അപ്പൊ തമിഴിൽ എന്തായിരിക്കും പറയുന്നത്? ആർക്കെങ്കിലും യാഷിനോട് താങ്ക്സ് പറയാനുണ്ടോ? നീ നമ്മുടെ നേരെ കൂടെ എല്ലാരും എൻജോയ് ചെയ്തായിരുന്നോ? ശരിക്കും അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വൈബായി. പിന്നെ ആദ്യമായിട്ടാണ് ടാങ്ക്ഫ്ലൈ ഒരു ഇന്റർനാഷണൽ ടൂറ്. അത് മിക്കവാറും അവസാനമായിട്ടായിരിക്കും ചിലപ്പോ. ഇല്ല, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇനി വന്നോന്നില്ലടാ. അതെ, അടുത്തൊരു പുതിയ ബാച്ച് സെറ്റ് ചെയ്യണം ഇന്റർനാഷണലിന് വേണ്ടി. പക്ഷെ ലൊക്കേഷനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവ്ലി പാക്കേജ് നമുക്ക് സെറ്റ് ചെയ്ത്. ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമായെങ്കിലും ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഉള്ള കുറച്ച് മൊമെൻറ്റ്സൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായിട്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് അടിപൊളിയാക്കി നോക്കി. അങ്ങനെ ഇവിടെ നേരെ എയർപോർട്ടിലോട്ടാണ് പോണത്. 3 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തണം തോന്നുന്നു. ട്രാവലിങ് എത്രയൊക്കെ എൻജോയ് ചെയ്താലും അവസാനം നമ്മുടെ നാട്ടിലോട്ട് പോകുക എന്ന് പറയുമ്പോൾ സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ലാസ്റ്റ് ഫൈനലി ഞാൻ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ തിരിച്ച് പോവുകയാണ്. എന്താ പറയുക, അടിച്ചു പൊളിച്ചു 4 ദിവസം. 4 ദിവസം വാവുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇന്റർനാഷണൽ ട്രിപ്പ് ഇവിടെ കഴിയാണ്. നേരെ കൊച്ചിയിലോട്ട്. എന്ത് ചെയ്യണം, എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റേത് മാലിന്റെ ഉള്ളിൽ പുറത്തേക്കുള്ള എൻട്രി അതാണ്. അതെ അതെ അതെ. ആൾക്കാരെനക്ക് വയ്യ വിചാരിച്ചു.
അല്ലാ എല്ലാരും വരുമ്പോ വിൻഡോ സീറ്റ് കിട്ടി, ഇപ്പൊ കിട്ടിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. tidak lebih dari RM25,000 atau kedua-duanya sekali. Para tuan-tuan yang dihormati, sekalian dimaklumkan bahawa AirAsia telah dinobatkan sebagai syarikat penerbangan tambang rendah terbaik dunia untuk kali ke-16 berturut-turut oleh Skytrax, dan kami ucapkan jutaan terima kasih kepada anda semua. Cabin crew to demonstrate. To unfasten, lift the metal flap. Jika isyarat tali cable dinyalakan, anda mesti kembali ke tempat duduk dan pasangkan. അങ്ങനെ മലേഷ്യൻ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. കൂടുതൽ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ചാർജ് ഇല്ലായിരുന്നു ഫോണിൽ, പെട്ടെന്ന് ഓഫ് ആവുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഇതുവരെ എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും എടുത്തതൊക്കെ ഞാൻ വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റ ബൈ ബൈ.